ഇപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ജനറൽ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ്. ട്രാൻസ്മിഷൻ ലൈൻസ് നമുക്ക് ഏതൊക്കെ അറിയാം? പാരലൽ ലൈൻസ് ഉണ്ട്, പാരലൽ പ്ലേറ്റ് ഉണ്ട്, 2 വയർ ഉണ്ട്, കോയാക്സിയൽ ലൈൻസ് ഉണ്ട്. അപ്പം ഏത് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിലും അതൊരു ജനറൽ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ആ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ട്രാൻസ്മിഷൻ ലൈന് കൺസിഡർ ചെയ്യുക, ഡെൽറ്റ സെഡ് ലെങ്ത്തുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈന്. അപ്പോൾ ഫിഗർ നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെ ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട്, കണ്ടക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പം ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയും 4 പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ. അത് നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യണതല്ല, പക്ഷെ അതുള്ള പോലെ ആയിരിക്കും ആ ട്രാൻസ്മിഷൻ ലൈന് ബിഹേവ് ചെയ്യുക. അപ്പം ആർ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഇൻഡക്റ്റൻസോ അല്ലെങ്കിൽ കണ്ടക്റ്റൻസോ കപ്പാസിറ്റൻസോ ഒക്കെ എടുക്കുന്നത് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടലായിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടക്റ്റൻസ് ഒക്കെ കിട്ടണമെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് ലെങ്ത് ആയിരിക്കണം. അപ്പോൾ ആർ ഇൻറ്റു ഡെൽറ്റ സെഡ് ആയിരിക്കും മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ്. ആൻഡ് എൽ ഡി സെഡ് അതിൻ്റെ ഫുൾ ലെങ്ത്തിലുള്ള ഇൻഡക്റ്റൻസ്, ജി ഡെൽറ്റ സെഡ് ഫുൾ ലെങ്ത്തിനുള്ള കണ്ടക്റ്റൻസ്, ആൻഡ് സി ഡെൽറ്റ സെഡ് മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസ്. അതൊക്കെയാണ് ഇതിൻ്റെ 4 പാരാമീറ്റേഴ്സ്. ഇനി ആറും എല്ലും കണക്റ്റഡ് ഇൻ സീരീസ് ആണ്, ജിയും സിയും കണക്റ്റഡ് പാരലലാണ്. ഇനി ഈ ഐ ഓഫ് സെഡ് കോമ ടിയും വി ഓഫ് സെഡ് കോമ ടിയും നോക്കാം. അതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് കറൻറ്റും വോൾട്ടേജും ആണ് അറ്റ് ദി പോയിൻറ്റ് സെഡ്. അതായത് നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് വോൾട്ടേജും കറൻറ്റും ആണ്. ഇനി എൻ പോയിൻറ്റിലുള്ളതാണ് ഐ ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡും വി ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് കോമ ടിയും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റ്, അതായത് എൻഡ് പോയിൻറ്റിൽ സെഡ് എന്നുള്ള പോയിൻറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഡെൽറ്റ സെഡ് ഡിസ്റ്റൻസ് മൂവ് ചെയ്താൽ അത് എൻ പോയിൻറ്റിലെത്തും. ആ സമയത്തുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് കറൻറ്റും വോൾട്ടേജും ആണ്. ഇത്രയും കാര്യങ്ങൾ ഫിഗറിന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇത് ഡിറൈവ് ചെയ്യാൻ പോവാണ് ഇക്വേഷൻ ഫോർ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ്. അപ്പോൾ അപ്ലൈയിങ് കെ വി എൽ ആണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ വി ഓഫ് സെഡ് കോമ ടി ആയിരിക്കും സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലുള്ള വോൾട്ടേജ്. പിന്നെ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ് നമുക്കറിയാം. അപ്പം ഈ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഐ ഓഫ് സെഡ് കോമ ടി ആയിരിക്കും, ആർ എന്ന് പറഞ്ഞാൽ ആർ ഡെൽറ്റ സെഡ് ആയിരിക്കും. അപ്പോൾ ആർ ഡെൽറ്റ സെഡ് ഇൻറ്റു ഐ ഓഫ് സെഡ് കോമ ടി എന്ന് കിട്ടും. ഇനി എൽ ഡി സെഡിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എൽ ഡി സെഡിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എൽ ഡി ഐ ബൈ ഡി ടി ആയിരിക്കും. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എൽ മാത്രം എടുക്കാൻ പറ്റില്ല, ഇൻറ്റു ഡെൽറ്റ സെഡ് എടുക്കണം. അപ്പം എൽ ഡി സെഡ് ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് കിട്ടും. പിന്നെ ഈ ഒരു എൻഡിൽ ഉള്ള വോൾട്ടേജ് പറഞ്ഞാൽ വി ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് കോമ ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് വോൾട്ടേജിൻ്റെ 2 ടേംസും ഒരു സൈഡിൽ മറ്റേ ആറും എല്ലും ടേംസ് ആർ എച്ച് എസിലും കൊണ്ടുപോയാൽ നമുക്കിങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതിനെ മൈനസ് ഞാൻ പുറത്തെടുത്താണ് എഴുതിയത്. ഇനി ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ അതിനെ നമുക്ക് ഡെൽറ്റനെ മാറ്റിയിട്ട് എന്ത് ചെയ്താൻ പറ്റും? ആ സമയത്ത് ഡിഫറൻഷ്യൽ ഡി എന്നാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഡി ബൈ ഡി സെഡ് എഴുതാൻ പറ്റും. വി ഓഫ് സെഡ് കോമ ടി ഇസ് ഈക്വൽ ടു ആർ ഐ ഓഫ് സെഡ് കോമ ടി പ്ലസ് എൽ ഡി ഐ ഓഫ് സെഡ് കോമ ടി ബൈ ഡി ടി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ. അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തത് എന്താണ്? കെ വി എൽ ആണ് അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് കെ സി എൽ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. കെ സി എൽ എവിടെ അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫിഗറിൽ എൻ മാർക്ക് ചെയ്തത് കണ്ടില്ലേ? ഈ എൻ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ പിന്നെ എന്ത് ചെയ്യുക? ഒരു കെ സി എൽ കിർച്ചോഫ് കറൻറ്റ് ലോ അപ്ലൈ ചെയ്യുക. അപ്പം കറൻറ്റ് എൻട്രിങ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു കറൻറ്റ് ലീവിങ് എ ജംഗ്ഷൻ ആണ്. അപ്പോൾ ഐ എഫ് സെഡ് കോമ ടി ആണ് എൻട്രി ചെയ്യണതെങ്കിൽ അതെങ്ങോട്ടൊക്കെ ലീവ് ചെയ്യണത്? അത് കണ്ടക്റ്റൻസിലൂടെയും കപ്പാസിറ്റൻസിലൂടെയും എൻട്രി ചെയ്തിട്ട് എയിലൂടെ പോകുന്നു, ഔട്ട്പുട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കതിന് എന്ത് ചെയ്താൻ പറ്റും? ഐ എഫ് സെഡ് കോമ ടി ഇനി ജിയിലൂടെയുള്ള കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണെന്ന് നമുക്കറിയാം, റെസിസ്റ്റൻസിലൂടെയുള്ള കറൻറ്റ്. അപ്പോൾ ജിയിലൂടെ ഉള്ളതാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ജി എന്നായിരിക്കും ഉണ്ടാവുക. കാരണം റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ജി. അപ്പോൾ ഇവിടുത്തെ വി എന്ന് പറഞ്ഞാൽ വി ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് കോമ ടി ആണ്. ഈ ജി എന്ന് പറഞ്ഞാലോ ജി ഇൻറ്റു ഡെൽറ്റ സെഡ് ആണ്. അപ്പം ആ ഒരു ടേം സെക്കൻഡ് ടേം ആയിട്ട് വരും. പിന്നെ ഉള്ളത്
കപ്പാസിറ്റൻസിലൂടെയുള്ള കപ്പാസിറ്റൻസിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്. അപ്പം ഇവിടുത്തെ ഡി വി എന്ന് പറഞ്ഞാൽ വി ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ബൈ ടി ആണ്. അപ്പോൾ അതിനെ ഡി വി ബൈ ഡി ടി എന്ന് എഴുതി. പിന്നെയുള്ള സി എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ഡെൽറ്റ സെഡ് ആക്കി എടുക്കുക. മൈനസ് ഐ ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ടി ഈക്വൽ ടു 0. അപ്പം ഇതിനെയും നേരത്തെ ചെയ്ത പോലെ തന്നെ കെ വി എല്ലിൻ്റെ ചെയ്ത പോലെ തന്നെ ഇതിനെയും ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് കറൻറ്റിനെ ഒരു സൈഡിലേക്കും കണ്ടക്റ്റൻസിനെയും കപ്പാസിറ്റൻസിനെയും മറ്റേ സൈഡിലേക്കും കൊണ്ടുപോയി. പിന്നെ ഈ ഡിനോമിനേറ്റർ ടെൻസ് ടു 0 എന്നാക്കുമ്പോൾ നമുക്ക് ഡെൽറ്റനെ മാറ്റിയിട്ട് ഡിഫറൻഷ്യൽ ഡി എന്നാക്കി എഴുതാൻ പറ്റും. അപ്പം ഡി ബൈ ഡി ടി ഓഫ് ഐ ഓഫ് സെഡ് ടി മൈനസ് ഓഫ് ഈക്വൽ ടു ജി ഇൻറ്റു വി ഓഫ് സെഡ് ടി പ്ലസ് സി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. അത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ 1 നോക്കുക, ഇക്വേഷൻ 2 നോക്കുക. ഈ രണ്ട് ഇക്വേഷൻസിനെയാണ് ജനറൽ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു ട്രാൻസ്മിഷൻ ലൈൻ എടുത്താലും ഈ ഒരു ഇക്വേഷൻ അത് ഫോളോ ചെയ്യണം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത് ഹാർമോണിക് ടൈം ഡിപ്പെൻഡൻസ്, അതായത് ടൈം ഹാർമോണിക് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഫേസർ ഫോമിലേക്ക് കൊണ്ടുവരികയാണ്, ഫേസർ നൊട്ടേഷനിലേക്ക്. അപ്പോൾ ഡെറിവേറ്റീവ് കാണുന്നിടത്തൊക്കെ എന്ത് കൊടുക്കുക, ജെ ഒമേഗനായിട്ട് റീപ്ലേസ് ചെയ്യുക. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി കാണുന്നിടത്തൊക്കെ ജെ ഒമേഗ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. പിന്നെ വി ഓഫ് സെഡ് ടി is equal to real term of capital V of z raised to j omega t, small I z t is equal to real part of capital I of z raised to j omega t. അങ്ങനെയുള്ള ഇക്വേഷന്. അപ്പോൾ നമുക്ക് ഇനി ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. 1 നമ്മൾ എന്താക്കാൻ പോവാണ്, ഫേസർ നൊട്ടേഷനിലാക്കാൻ പോവാണ്. അപ്പം മൈനസ് ഡി വി ഓഫ് സെഡ് ടി ബൈ ഡി സെഡ് എന്നുള്ള ഇക്വേഷന്. ആ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ എടുത്ത് എഴുതി. ഇക്വേഷൻ നമ്പർ 1 ആണത്. എന്നിട്ട് വി ഓഫ് സെഡ് ടിൻ്റെ റിയൽ പാർട്ട് എന്താണ്, ക്യാപിറ്റൽ വി ഓഫ് സെഡ് ആണ്. അപ്പോൾ എൽ എച്ച് എസ് എന്താവും, മൈനസ് ഡി വി ക്യാപിറ്റൽ വി ഓഫ് സെഡ് ബൈ ഡി സെഡ് എന്നാവും. അതേമാതിരി ആർ എച്ച് എസിലെ ഫസ്റ്റ് ടേം ആർ അങ്ങനെ തന്നെ ഉണ്ടാവും. സ്മോൾ ഐ എന്താവും, അതിൻ്റെ റിയൽ പാർട്ട് മാത്രമേ ക്യാപിറ്റൽ ഐ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ സെക്കൻഡ് ടേം എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. ഡി ബൈ ഡി ടി നമ്മൾ ജെ ഒമേഗ എന്നാക്കി എഴുതും. ഐൻ്റെ റിയൽ പാർട്ട് സ്മോൾ ഐൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഐ ആയിരിക്കും. അപ്പം അതിൽ ഈ ആർ എച്ച് എസ് തന്നെ നോക്കുക. അപ്പോൾ അതിൽ ഐ എഫ് സെഡ് ഉണ്ടാവും രണ്ട് ടേമിലും. സോ അത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ഐ എഫ് സെഡ് എന്ന് കിട്ടും ആർ എച്ച് എസ്. അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. ഇതൊരു ഫേസർ നൊട്ടേഷനിൽ നമ്മൾ എന്തിനെ മാറ്റി, ഫസ്റ്റ് ഇക്വേഷനെ ഫേസർ നൊട്ടേഷനിലേക്ക് മാറ്റിയതാണ്. ഇനി നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഡി ഐ of z t by dz is equal to g v of z t plus c into dv of z t by dz എന്നാണ്. ആ ഇക്വേഷനിലും അതേമാതിരി സ്മോൾ ഐ വരുന്നിടത്തൊക്കെ ക്യാപിറ്റൽ ഐ ആക്കി മാറ്റി, ഡെറിവേറ്റീവ് വരുന്നിടത്ത് ജെ ഒമേഗ ആക്കി മാറ്റി. ആ സമയത്ത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 കിട്ടി. സിമിലർ സ്റ്റെപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 കിട്ടി. അപ്പോൾ ഇക്വേഷൻ 3നെയും 4നെയും പറയുന്നതാണ് ടൈം ഹാർമോണിക് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷന്. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് എന്താ പറയുക, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 3 എടുക്കാം. ഇക്വേഷൻ 3 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടെത്തിയ മൈനസ് ഡി വി ബൈ ഡി സെഡ് സിക്വൽ ടു ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ഐ ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് സെഡ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ മൈനസ് ഡി സ്ക്വയർ വി ഓഫ് സെഡ് ബൈ ഡി സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ ഒമേഗ എൽ ഡി ഓഫ് ഐ ഓഫ് സെഡ് ബൈ ഡി സെഡ് എന്ന് കിട്ടും. അപ്പം ഇതിൽ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ഐ ഓഫ് സെഡ് ബൈ ഡി സെഡ് ഇല്ലേ, ഡി ഐ ബൈ ഡി സെഡ്, ആ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 4 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം ജി പ്ലസ് ജെ ഒമേഗ സി വി ഓഫ് സെഡ് എന്ന് അവിടെ എഴുതാൻ പറ്റും ഇൻ ടേംസ് ഓഫ് ഡി ഐ ബൈ ഡി സെഡ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 കിട്ടി. അതേമാതിരി ഇക്വേഷൻ നമ്പർ 4 എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു സെഡ്. അപ്പോൾ മൈനസ് ഡി സ്ക്വയർ ഐ ഓഫ് സെഡ് ഡി സ്ക്വയർ ഐ ഓഫ് സെഡ് ബൈ ഡി സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി പ്ലസ് ജെ ഒമേഗ സി ഡി വി ഓഫ് സെഡ് ബൈ ഡി സെഡ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഡി വി ഓഫ് സെഡ് ബൈ ഡി സെഡിനെ നമ്മൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ 3 ആർ പ്ലസ് ജെ ഒമേഗ എൽ ഐ ഓഫ് സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് 6. അപ്പോൾ 5ഉം 6ഉം നോക്കുക, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേം ഉണ്ടാവും രണ്ടിലും സിമിലറായിട്ട്. ആ ടേമാണ് r+jωL ഇൻറ്റു g+jωc. അതിനെ നമ്മൾ ഗാമ സ്ക്വയർ എന്ന് വിളിക്കുന്നു. ഗാമ സ്ക്വയർ അതാണെങ്കിൽ ഗാമ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് r+jωL ഇൻറ്റു g+jωc. അതിനാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അപ്പോൾ അത് ഗാമയായിട്ട് എടുത്താൽ ഇക്വേഷൻ 7ഉം 8ഉം നോക്കുക. ഇക്വേഷൻ 5നെയും 6നെയും നമ്മൾ ഗാമയായിട്ട് ഗാമൻ്റെ ടേംസിൽ എഴുതി, ആ വലിയ ടേംസൊക്കെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഗാമ സ്ക്വയർ ഓഫ് v(z)ഉം ഗാമ സ്ക്വയർ ഓഫ് i(z) എന്നുള്ള രീതിയിൽ എഴുതി. ഇനി ഈ ഗാമൻ്റെ ഇക്വേഷൻ എഴുതി. ഗാമ ഈസ് ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. കാരണം പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൽ ഒരു റിയൽ ടേം ഉണ്ടാവും, ഇമാജിനറി ടേം ഉണ്ടാവും. റിയൽ ടേം ആണ് അറ്റൻവേഷൻ കോൺസ്റ്റൻറ്റ്, പിന്നെ ഇമാജിനറി ടേം ബീറ്റേഴ്സിനാണ് സ്പേസ് കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ്, അപ്പോൾ നമുക്കിപ്പോൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കിട്ടി. ഇപ്പോൾ നമ്മൾ ജനറൽ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു, അതിൻ്റെ ടൈം ഹാർമോണിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് കണ്ടെത്തി. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ 7ൻ്റെയും 8ൻ്റെയും സൊല്യൂഷൻസ് എന്താണ്? v(z) ആണ് ആൻഡ് i(z) ആണ്. ഇക്വേഷൻ 7ൻ്റെ സൊല്യൂഷൻ v(z) ആണ്, 8ൻ്റെത് i(z) ആണ്. അപ്പോൾ v(z)ന് നമുക്ക് ഒരു വേവ് പോസിറ്റീവ് z ഡയറക്ഷനിലും നെഗറ്റീവ് z ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ v+z പ്ലസ് v-z എന്നാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് v0 പ്ലസ് e⁻⁻z പ്ലസ് v0 e⁻⁻z എന്ന് ആക്കി മാറ്റി ചെയ്താൽ. അതേമാതിരി i(z)നെ നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതും നെഗറ്റീവ് ഡയറക്ഷനിലുണ്ടെങ്കിലും അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുക, അതായത് അതിന് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള വേവിൻ്റെ ഇമ്പിഡൻസ് നോക്കാതെ അത് കൺസിഡർ ചെയ്യാതെ മുന്നോട്ടേക്ക് പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന വേവിൻ്റെ ഇമ്പിഡൻസാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ് തന്നെ. അപ്പോൾ v0 പ്ലസ് ബൈ i0 ആയിരിക്കും. അപ്പം v0 let the wave move only in positive axis, so v(z) is equal to v plus of z, which is equal to v0 plus e⁻⁻z, equation number 9, and i(z) is equal to I plus of z, I is equal to i0 plus e⁻⁻z, equation number 10. പിന്നെ നമ്മൾ ഇക്വേഷൻ 9നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ dv/dz എന്ന് കിട്ടും. അതിന് e⁻⁻zനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് ഗാമ ഇൻറ്റു e⁻⁻z ആയിരിക്കും. v0 പ്ലസ് അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ കിട്ടും. ഇനി ഇക്വേഷൻ 3 നമുക്കറിയാം, നേരത്തെ എഴുതിയ ഇക്വേഷന് dv/dz നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, മൈനസ് dv/dz എന്നായിരുന്നു. മൈനസിന് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയാൽ dv/dz ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് r+jωL ഇൻറ്റു i(z). ഈ i(z)ൻ്റെ സ്ഥാനത്ത് നമ്മൾ i0 പ്ലസ് ഇക്വേഷൻ 10 i0 പ്ലസ് e⁻⁻z എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ dv/dzൻ്റെ 2 ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ നമ്മൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ മൈനസ് ഗാമ v0 പ്ലസ് e⁻⁻z ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് r+jωL i0 പ്ലസ് e⁻⁻z എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സൈഡിലും e⁻⁻z ഉണ്ട്, സോ അത് ക്യാൻസൽ ഔട്ട് ചെയ്യുക. രണ്ട് സൈഡിലും മൈനസ് സൈൻ ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് v0 പ്ലസ് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള i0 പ്ലസിനെ താഴോട്ടേക്ക് കൊണ്ടുവരിക. ഈ സൈഡിൽ നിന്ന് LHS എന്നുള്ള ഗാമനെ ഡിനോമിനേറ്ററിലേക്കും കൊണ്ടുപോകുക. അപ്പം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് കിട്ടും r+jωL/ഗാമ എന്ന്. ഈ r+jωL/ഗാമയിൽ ഗാമനെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആയിട്ടുള്ള റൂട്ട് ഓഫ് r+jωL ഇൻറ്റു g+jωc സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിവിടെ ക്യാൻസൽ ചെയ്ത് പോകും, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും. അപ്പോൾ റൂട്ട് ഓഫ് r+jωL ആയിരിക്കും മേലുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് z0 എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് r+jωL/g+jωc എന്നാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്.